സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ജലവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ മാനുഷിക പരിഗണന കൈവിടുന്നില്ല. പാകിസ്ഥാനിലേക്ക് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. കൂടുതൽ വിവരങ്ങൾ എന്താണ്? വളരെ ശരിയാണ്. 2 ദിവസം ആയിട്ട് നമ്മുടെ ഇന്ത്യൻ അതിർത്തിക്കിപ്പുറത്ത് കാശ്മീരിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. മാത്രമല്ല, ഈ കാലാവസ്ഥാ വകുപ്പ് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിലൂടെ ഒഴുകുന്ന 7 നദികളാണ് സംയോജിച്ച്, ചെറിയ നദികളൊക്കെ സംയോജിച്ച് പാകിസ്ഥാനിൽ സിന്ധു നദി ആയി പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് കടന്നു പോകുന്നത്, അറബിക്കടലിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇവിടെ കനത്ത മഴ പെയ്യുകയും നദികളിൽ വെള്ളം കൂടുകയും ചെയ്താൽ അത് കുത്തി ഒഴുകി, ഈ പറഞ്ഞ ചെറിയ നദികളിലൂടെ വരുന്ന വെള്ളം കുത്തി ഒഴുകി വലിയ ഒരു ഇതായി മാറി ഈ സിന്ധു നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ചെല്ലും. സത്ലജ്, രവി, താവി തുടങ്ങിയ നദികളുടെ കാര്യം നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഇന്ത്യ സത്യത്തിൽ ഈ നദീജല കരാർ റദ്ദാക്കിയിരിക്കുകയാണ്. 1960 നമ്മുടെ സിന്ധു നദീജല കരാർ, ഈ വാട്ടർ റിവർ ട്രീറ്റി, അത് ഇന്ത്യ ഏകപക്ഷീയമായിട്ട് റദ്ദാക്കിയിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന്. അവിടെ ഇന്ത്യക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, ഒരു തരത്തിലും ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും നൽകാതെ മിണ്ടാതിരിക്കാം. പക്ഷേ പാകിസ്ഥാനിൽ ഇതിനോടകം ഈ മഴക്കെടുതികളിലും ഉണ്ടായിരിക്കുന്ന, അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മറ്റുമൊക്കെ പെട്ട് 800 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. അപ്പം ഇനിയും ഒരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായാൽ, ഈ പറഞ്ഞ പോലെ നദികൾ കരകവിഞ്ഞൊഴുകിയാൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. ഇന്ത്യക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, പക്ഷേ നമ്മളത് ചെയ്തില്ല. പകരം നമ്മൾ വളരെ കൃത്യമായിട്ട് നയതന്ത്ര തലത്തിൽ തന്നെ പാക് ഹൈക്കമ്മീഷനെ വിവരം അറിയിച്ചു. ഇങ്ങനെ മഴ വളരെ കൂടി നിൽക്കുകയാണ്, കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മഴ ഇനിയും കൂടും, 2 ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കനത്ത തോതിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഈ നദീജലം കരകവിഞ്ഞൊഴുകുന്നതിൽ കലാശിക്കും, അത് നിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, മുൻകരുതലുകൾ എടുക്കുക എന്ന് വളരെ കൃത്യമായിട്ട്. അത് ഈ വാട്ടർ ട്രീറ്റിയുടെ ഭാഗമായിട്ടല്ല ചെയ്തത്, നയതന്ത്ര തലത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതാണ് വ്യത്യാസം. ഈ വാട്ടർ ട്രീറ്റി നമ്മൾ റദ്ദാക്കി, ഇനി അത് ഒരു വിധത്തിലും ആ ഫയൽ ഇനി തുറക്കില്ല. ഇനി പാകിസ്ഥാന് ഈ ജലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ 1960 ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ച കരാറ് നമ്മൾ റദ്ദാക്കി. അക്കാര്യത്തിൽ ഇനിയൊരു പുനഃപരിശോധന ഇല്ല. ആ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടികളിലേക്കും നമ്മൾ കടക്കില്ല. പക്ഷേ പാകിസ്ഥാൻ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ മാനുഷിക പരിഗണന, ദയ, കാരുണ്യം, സഹതാപം തുടങ്ങിയ സനാതനമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ നയതന്ത്ര തലത്തിൽ നമ്മൾ പാക് ഹൈക്കമ്മീഷന്. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരം നടപടികളല്ല ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടാകുന്നത്. ഇപ്പോൾ അവസാന ഘട്ടം തന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ പൂർണ്ണമായി തന്നെ ഇന്ത്യയെ തകർക്കുമെന്ന രീതിയിലുള്ള നിരന്തര പ്രസ്താവനകളെല്ലാം തുടരുകയാണല്ലേ. അത് ശരിയാണ്. അസിം മുനീർ പറഞ്ഞല്ലോ, നമ്മൾ 2 സംസ്കാരമാണ്, 2 മതമാണ്, 2 ചിന്തയാണ്. ഇത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, നമ്മുടെ മതം, നമ്മുടെ ധാർമ്മികമായ നിലപാടൊക്കെയാണ്. പാകിസ്ഥാൻ അങ്ങനെ ഒരു നിലപാടില്ല, അത് വ്യക്തമാണ്. അസിം മുനീർ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഒരുതരം കാടൻ ചെയ്തികളാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ തകരുമെന്ന് തോന്നി ഞങ്ങൾ നടപ്പിലാക്കുന്ന ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ മതവും. അതെ, ഞങ്ങളുടെ മതവും. അതാണ് അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് അങ്ങനൊരു നിലപാടില്ല, നമ്മൾ അങ്ങനത്തെ ഒരു ഭീഷണി ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ, അതായത് ഇന്ത്യ ഞങ്ങളെ തകർക്കുമെന്നല്ല, ഞങ്ങൾ തകരുമെന്ന് തോന്നിയാൽ ലോകത്തുള്ള പകുതി രാഷ്ട്രങ്ങളെയും കൊണ്ട് ഞങ്ങൾ പോകുമെന്നാണ് പറഞ്ഞത് അസിം മുനീർ. അതായത് ആണവായുധം കയ്യിലുണ്ട്, എടുത്ത് പ്രയോഗിക്കും. അതായത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുമെന്നാണ് അതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ്. അതാണ്, പകുതി രാഷ്ട്രങ്ങളെയും കൊണ്ട് ഞങ്ങൾ പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പാരമ്പര്യവും അവരവരുടെ സംസ്കാരവും അല്ലേ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യക്ക് അങ്ങനൊരു നിലപാടില്ല, അങ്ങനത്തെ ഒരു പാരമ്പര്യമില്ല, അത് നമ്മുടെ സംസ്കാരവുമല്ല. നമ്മളതുകൊണ്ട് തന്നെ മനുഷ്യരാണ്. എവിടെ ദുരന്തമുണ്ടായാലും അത് മനുഷ്യകുലത്തിനാണ് നാശമുണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട്
ഇന്ത്യ വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു, അറിയിക്കേണ്ടവരെ അറിയിച്ചു. വളരെ കൃത്യമായിട്ട് എന്താണോ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത് വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് ഒട്ടും ചോർത്തിക്കളയാതെ വളരെ കൃത്യമായിട്ട് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ താവി നദി, അത് ഈ ശ്രീനഗർ ടൗണിൻ്റെ ഭാഗമായിട്ട് കൂടെ ഒഴുകി പോകുന്നൊരു നദിയാണ്. അവിടെ വലിയ രീതിയിൽ, അതായത് ഈ താവി നദി ശരിക്കും പറഞ്ഞാൽ ചെനാബ് ആണ് ഈ നഗരത്തിലൂടെ ഒഴുകി വരുന്നത്. ചെനാബ് നമുക്കറിയാം, ഇപ്പം ഈ ചെനാബിലെ പാലമൊക്കെ നമ്മൾ കേട്ടതാണല്ലോ, നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഈഫൽ ഗോപുരത്തിനേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പാലമാണ്. അപ്പോൾ ആ ചെനാബ് നദി പിന്നീട് വന്ന് വേറെ ചെറിയ നദികളുമൊക്കെ ആയിട്ട് ചേർന്ന് താവി, ജമ്മു താവി എന്ന് പറയുന്ന താവിയായിട്ട് ഒഴുകി പോവുകയാണ് പാകിസ്ഥാനിലേക്ക്. ഈ സിന്ധു നദിയിലൂടെ ഇതിലെ ജലവും ചെല്ലും. അപ്പോൾ ഇങ്ങനെ അവിടെ ഈ ചെനാബ് നദിയിൽ വലിയ വെള്ളപ്പൊക്കം ഇപ്പം തന്നെ ഉണ്ട്. വലിയ രീതിയിൽ അവിടെയൊക്കെ ആ ഭാഗത്ത് വൃഷ്ടിപ്രദേശമാണ്, മഴ പെയ്യുന്നുണ്ട്. ആ മഴവെള്ളം ഈ വലിയ തോതിൽ ഈ നദികളിലൂടെ ഒഴുകി വന്നാൽ അത് നമുക്ക് ഒരുപാടൊന്നും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അതിനുള്ള ഡാമുകളോ സംവിധാനങ്ങളോ ഒന്നും ഇതുവരെ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, സത്യത്തിൽ ഈ ജമ്മു കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആഗസ്റ്റ് 15-നാണെങ്കിലും ഈ ജമ്മു കാശ്മീരിന്, അതിലെ കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടിയത് 2019-ലാണ്. 2019 സെപ്റ്റംബറിലാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ. അപ്പോഴാണല്ലോ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമങ്ങളും ഒക്കെ അവിടെ പ്രാവർത്തികമാകുന്നത്. അതിനു മുമ്പ് അതിനൊന്നും അവിടെ വിലയില്ലായിരുന്നു. അവിടെ പ്രത്യേകം ഭരണഘടനയും പ്രത്യേകം കൊടിയും പ്രത്യേകം സംവിധാനവും ഒക്കെ ആയിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കഥകൾ. പക്ഷേ ഇപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഇനി കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ പുതിയ ഡാമുകൾ നിർമ്മിക്കാനുള്ള പ്രോജക്റ്റുകൾ വരുന്നു. ഈ നദീജലം സമർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ, പ്രത്യേകിച്ചും ഈ പഞ്ചാബിനും രാജസ്ഥാനും വരെ ഗുണം കിട്ടുന്ന രീതിയിൽ ഈ നദീജലങ്ങൾ ഉപയോഗിക്കാൻ ഡാമൊക്കെ കെട്ടി, കനാലൊക്കെ കെട്ടി വേണ്ട രീതിയിൽ തിരിച്ചുവിട്ട് ഉപയോഗിക്കാനുള്ള ഒരു വലിയ പദ്ധതികളൊക്കെ ഇന്ത്യ ഒരുക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അതിനെയൊന്നും തടസ്സപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല. അതിന് അസീം മുനീർ വിചാരിച്ചാലും പറ്റില്ല, ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാലും പറ്റില്ല. ഇന്ത്യയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ എല്ലാ കാലത്തും മാനുഷിക പരിഗണന നൽകുന്നു. അതുകൊണ്ട് നമ്മളത് വളരെ കൃത്യമായിട്ട് അതിന് വലിയ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ, കാരണം പെട്ടെന്ന് ഈ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ ഈ നിലവിൽ അവിടുത്തെ സ്ഥിതി മോശമാണ്. ഈ പറയുന്നത് പോലെ മഴക്കെടുതി വളരെ രൂക്ഷമാണ്. അവിടെ വലിയ ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ വർഷം ഇതുവരെ 800 പേര് മരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇനിയും മരണസംഖ്യ കൂടാം. ഒരു പക്ഷേ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും വലിയൊരു മുന്നറിയിപ്പ് കൃത്യമായിട്ട് കൊടുക്കുന്നില്ലെന്നിരിക്കട്ടെ, നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, മഴ പെയ്യല്ലേ സാരമില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഈ നദിയിലെ ജലം, കുലംകുത്തി ഒഴുകി വരുന്ന ജലം വളരെ വലിയ ശക്തിയിൽ, വലിയ അളവിൽ ഒഴുകി വരും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇരു കരകളിലും താമസിക്കുന്നവരെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഈ നദി ഉണ്ടാക്കുന്ന നാശങ്ങൾ, വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഉണ്ടാകുന്ന നാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മളതൊക്കെ നേരിട്ട് കുറച്ചെങ്കിലും അനുഭവിച്ചവരാണ് 2018-ലും 19-ലും. ഇവിടെ അതുപോലെ വളരെ ശക്തമായ ഒരു എന്താ പറയുക, ദുരന്തം തന്നെ അവിടെ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈക്കമ്മീഷനിൽ കൃത്യമായിട്ട്, പാക് ഹൈക്കമ്മീഷനിലേക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തത്. അതിപ്പോൾ ആ മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല, അത് നമ്മൾ ലോകത്തെ മുഴുവൻ അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാന് 2 ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ 2 ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ദിവസം വളരെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് പാകിസ്ഥാനിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം, നമ്മുടെ മഹത്വം. തിരിച്ച് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ഈ അസീം മുനീറിനെ പോലെയുള്ളവർ ആണ് പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു മര്യാദ, മാന്യമായ ഇടപെടൽ, സംസ്കാരമുള്ള പ്രവൃത്തി, ഇതൊന്നും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവരെന്താണ്, അവരെന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു നിലപാടുണ്ട്. അത് സഹസ്രാബ്ദങ്ങളായിട്ട് തുടർന്നു വരുന്ന നിലപാടാണ്. അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. അത് ജനാധിപത്യം, ഈ 1950 ഭരണഘടന നിലവിൽ വന്ന് ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമൊക്കെ വരുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു സംസ്കാരമാണ്, പാരമ്പര്യമാണ്.
അത് നമ്മൾ പാലിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.